ഹാപ്പി ബർത്ത്ഡേ. വേഗം ഹാപ്പി ബർത്ത്ഡേ നീ വെച്ച് ചായ മേടിച്ചു കുടിക്കടാ. അത് കൊള്ളാം. ഇന്ന് നിന്റെ ഹാപ്പി ബർത്ത്ഡേ, നിന്റെ പിറന്നാളാണെന്ന്. ഞാൻ അമ്പലത്തിലൊക്കെ പോയി വഴിപാട് നടത്തിയ വഴിപാട് കഴിച്ചില്ല, ചായക്കട ഫുഡ് കഴിച്ചിട്ടുണ്ട്, കാശ് കൊടുത്തേക്കണേ. അല്ല എന്റെ വീട്ടുകാരെ ഓർത്തില്ല, നീ ഓർത്തില്ലടാ. എടാ ഞാൻ ഓർക്കൂലടാ, നമ്മൾ എത്ര വർഷമാണ് ഇവിടെ കട തുടങ്ങിയിട്ട്. നമ്മൾ ഈ കട ആർക്കെങ്കിലും മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? മാറ്റാൻ പറ്റിയ എന്റെ മുതലാളിയോട് നമ്മൾ പറഞ്ഞേക്കണ വാക്കെന്നാ, നമ്മളായിട്ട് നീ കട പൊളിച്ചു മാറ്റുന്നു അന്ന് നമ്മൾ ഇവിടെ നിന്ന് മാറും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കും. നമ്മൾ എങ്ങനെ പൊളിച്ചു മാറ്റും നമ്മൾ? എടാ അടിയുണ്ടായിരുന്ന? അടിയില്ല. നിനക്ക് അടിയുണ്ടാവുന്നല്ലേ ചോദിച്ചത്? ലോട്ടറി അടി ഉണ്ടായിരുന്ന? ഞാൻ അടി നിർത്തിയപ്പോ ലോട്ടറി അടി നിർത്തി. നീ വല്ലപ്പോഴും അടി എന്നാലേ ലോട്ടറി അടി ഉണ്ടാവുള്ളൂ. അയ്യോ അത് കിടക്കി കേട്ടാ. ഞാൻ പിന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രശ്നമില്ല. അതെന്താണ് നീ അടി നിർത്തിയത്? അച്ഛനുമായിട്ടുള്ള മറ്റേ പ്രശ്നമില്ലടാ. അയ്യോ അതെന്താണ് സംഭവം? എന്താ ശരിക്കത്? കുറച്ച് ഞങ്ങളെ ഇച്ചിരി ഓവർ അടിയായിരുന്നു എനിക്ക്. അതാണ് അടിച്ചെന്ന് വെച്ചാ ഇനി അടിച്ചോണ്ട് ഷിബു നീ ഇവിടെ വരരുതെന്ന് പറഞ്ഞു. എന്റെ തലയിലടിച്ച് സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ തലയിലടിച്ച് സത്യം ചെയ്ത് 8 സ്റ്റിച്ച് പിടിച്ചു. അതെങ്ങനെയാ തലയിൽ നീ കൈ കൊണ്ടടിക്കുമ്പോ 8 സ്റ്റിച്ച്? ഞാൻ രാവിലെ ഡമ്പൽ വെച്ച് എടുത്തോണ്ടിരിക്കുന്നു, എക്സർസൈസ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞത് നീ എന്റെ തലയിലടിച്ച് സത്യം ചെയ്യണമെന്ന്. ഒരടി 8 സ്റ്റിച്ച് ഓർമ്മയുമ്പോ അവിടെ ഇരിക്കും. ആരെങ്കിലും ഒക്കെ ഒന്ന് ലോട്ടറി എടുത്തിരുന്നെങ്കിൽ അല്ലേ എന്റെ സർവത്ത് നല്ല കിട്ടുക്കാനായിട്ട് നല്ല ഭയങ്കര. പക്ഷെ അത് നിന്റെ ഇപ്പൊ നീ മാത്രമേ ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരു സാധനം കൊണ്ടുപോകും. ഷിബുവിന്റെ കുലുക്ക് സർബത്ത്, ഷിബുവിന്റെ കുലുക്കി സർബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഐശ്വര്യാണ്. അതുപോലെ തന്നെ കുബേര കുബേര നമ്മ പൊളിക്കൂടെ, നമ്മൾ മാത്രമേ അല്ല പിന്നെ. കുലുക്ക് സർ ഒന്നെടുക്കുവോ? ഒന്നെടുക്ക്. ശരിക്കും എനിക്ക് ആഗ്രഹമുണ്ട് ചേട്ടനെ ഒന്ന് എടുക്കണമെന്ന്, പക്ഷെ 90 കിലോ കാണത്തില്ല. ഞാൻ എങ്ങനെ എടുക്കും ചേട്ടാ? ഞാൻ അതല്ല പറഞ്ഞു, ലോട്ടറി ഒരെണ്ണം എടുക്കാൻ. അയ്യോ ലോട്ടറി എടുക്കുന്ന, സോറി ചേട്ടാ, സോറി സാർ, ഞാനത് കണ്ടില്ല. ചേട്ടൻ ലോട്ടറിയുടെ കച്ചവടമൊക്കെ ഉണ്ടല്ലേ? ആ ശരി ശരി. ചേട്ടാ ഞാൻ അതല്ല, ലാഭമുണ്ട് ചേട്ടാ. നഷ്ടത്തിലാണ് ഒരാഴ്ചയായിട്ട് കച്ചവടം ഇല്ല പൊതുവെ. അല്ല അതല്ല, ഇവിടെ അടുത്ത് ലാബ് വല്ലതും ഉണ്ടോന്ന്, ഈ നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ലാബ് അതുണ്ടോന്ന്. അത് അവിടെ ഒരു ലാബ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നഷ്ടത്തിലായതുകൊണ്ട് ഇപ്പൊ അത് പൂട്ടിയിട്ടേക്കുവാ. അയ്യോ അപ്പൊ ഇപ്പൊ അടുത്തെങ്ങും ലാഭില്ലേ? കൊറേ അങ്ങ് പോണം. അയ്യോ അയ്യോ, അത് ഞാൻ ആ വളവിനത്തെ വീടില്ലേ, ആ 2 നില വീടില്ലേ, ദാസൻ ചേട്ടന്റെ. ദാസൻ ചേട്ടനെ, ദാസൻ ചേട്ടൻ അനിയത്തിയാ ഞാനേ. ഓ മറ്റേ ചെന്നൈയിലെ. ആ അതെ 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 അതെ. അപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നേ. അപ്പം പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു. ഏത് കോഴ്സ് ആയിരുന്നു അവിടെ? ഞാൻ MBA പഠിച്ചു കഴിഞ്ഞു. MDMA വെക്കുമായിരുന്നു? MDMA അല്ല, MBA പഠിച്ചിട്ട് ഞാനവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ പെട്ടെന്ന് വരാം. അല്ല ചേട്ടാ ഇവിടെ അടുത്തെങ്കിലും ലാഭമൊന്നും ഇല്ല. ലാഭില്ല. നല്ല അഭിപ്രായം. ഷിബുവിന്റെ കുലുക്ക് സർബത്ത് കൊള്ളാലോ. ഒരെണ്ണം എടുക്കട്ടെ. ചേട്ടാ ഇതിപ്പോ ഈ കുലുക്ക് സർബത്തൊന്നും കുലുങ്ങിയില്ലല്ലോ, ചേട്ടൻ കിടന്ന് കുലുങ്ങുന്നുണ്ടായിരുന്നു. അല്ല അത് കുലുങ്ങൂല, അത് കുലുങ്ങി കഴിഞ്ഞാൽ തുളുമ്പി പോയി ഞാൻ ക്ലാസ് ആയിട്ട് നക്ക് പോകും. അയ്യോ വെള്ളം പോവില്ല. ശരി ഞാൻ ഒന്ന് കുടിച്ചോക്കട്ടെ, നോക്കട്ടെ. അടിച്ചോ അയ്യോ എന്റെ ദൈവമേ, ചെന്നൈയിൽ ഞാൻ ഇതുപോലൊരു കുലുക്ക് സർബത്ത് കുടിച്ചിട്ടില്ല ഏട്ടാ. അടിപൊളി കുലുക്ക് സർബത്ത്, സൂപ്പർ കുലുക്ക് സർബത്ത്. താങ്ക് യു. എത്ര രൂപ ഏട്ടാ? അങ്ങനെയൊന്നുമില്ല, പൈസ പൈസ വേണ്ട ചേട്ടാ. പിന്നെ ചേട്ടൻ്റെ അടുത്ത് ഈ ലോട്ടറി അടിക്കും ഏട്ടാ. ഈ ലോട്ടറി എല്ലാം അടിക്കണോ? ഇന്ന് അടിക്കുന്ന ഒരു നമ്പർ എനിക്ക് ഇരിക്കും. അങ്ങനെ പറയല്ലേ, എന്റെ കൈ കൊണ്ട് തന്നാൽ എപ്പ അടിച്ചെന്ന് പറയും. 3 എണ്ണം ഇരിക്കട്ടെ. എത്ര രൂപ ഏട്ടാ? പൈസ ഇപ്പൊ എങ്ങനെയാ ചോദിക്കുന്നത്? അയ്യോ പൈസ വേണം, ചേട്ടനൊരു ബിസിനസ് ചെയ്യുമ്പോ ഞാൻ തരണ്ടേ പൈസ? പൈസ എത്ര? ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ 150 രൂപ. ഇങ്ങോട്ടാ മതി. അയ്യോ എന്റെ ക്യാഷ് ഇല്ല. ഗൂഗിൾ പേ ചേട്ടൻ നമ്പർ ഒന്ന് പറയാം. 9645761103. മഹിമ എന്ന് വന്നു കേട്ടാ. മഹിമ 150 തന്നേക്കാടാ. പിന്നെ കൊടുത്തിട്ടുണ്ടേ. ഇതാണോ നമ്പർ? എന്റെ നമ്പർ ഏട്ടാ. ഇടയ്ക്ക് വിളിക്കണോണ്ട് കുഴപ്പമില്ല. ചിലർക്ക് ഇഷ്ടപ്പെടൂലേ? എനിക്ക് പ്രശ്നമില്ല ഏട്ടാ. വാട്സാപ്പ് ചാറ്റിങ് എനിക്ക് പ്രശ്നമില്ല, നോ പ്രോബ്ലം. ഞാൻ ചെന്നൈയിലേക്കല്ല കേട്ടോ, എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട്. ആണോ? എന്താ കല്യാണം കഴിക്കാൻ? ഒന്നുമില്ല, മനസ്സിലാണെങ്കിൽ ഒരു കുട്ടിയെ കിട്ടിയില്ല. ഓ ശരി. ചേട്ടൻ കല്യാണം കഴിച്ചു? കല്യാണം കഴിച്ചില്ല. അയ്യോ പാവം, നല്ലൊരു കുട്ടിയെ കിട്ടിയില്ല. പിന്നെ നമ്പർ അവിടെ ഞാനുണ്ട്.
എന്നാലേ എന്റെ തരാ എടാ എന്റെ തരാന്ന്. ചേട്ടാ നിങ്ങൾ ബിസിയാണോ ചേട്ടാ? എന്ത് പറ്റി? അല്ലെ എനിക്ക് അവിടെ അടുത്ത് ലാബ് ഉണ്ടെന്ന് ലാബ് ഇവിടുന്ന് കുറച്ചങ്ങ് പോണോന്നേ, അതാണ് ഈ പ്രശ്നം. അതാണ് നിങ്ങളെ എനിക്ക് ബുദ്ധിമുട്ടിക്കാനും പറ്റത്തില്ല. നിങ്ങക്ക് ബൈക്ക് ഉണ്ടോ? ഇപ്പൊ അങ്ങോട്ട് പോകാനാണോ? ബൈക്ക് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിലേ എന്നെ ആ ലാബിന്റെ അവിടോട്ടൊന്ന് കൊണ്ടുപോകാം. ഇവിടെ ഞാൻ കൊണ്ടുപോടാ. എടാ നീ നമ്പർ മേടിച്ചെടുത്തില്ലേ? നമ്പർ മേടിച്ച ഇപ്പൊ ഞാൻ ലാബിൽ കൊണ്ടുപോകാം. ഞാൻ എന്നതാ ഒന്ന് സഹകരിക്കണം. എന്റെ പൊന്നേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന AI ഒരു പെണ്ണല്ല ഞാനൊരു മനുഷ്യ സ്ത്രീയാ. ഇങ്ങനെ വലിച്ചാ ഞാൻ കീറിപ്പോ. എന്റെ ദൈവം, ഞാൻ ആദ്യം ഫോൺ നമ്പർ മേടിച്ച് ഞങ്ങൾ സംസാരിച്ചു. അതിനൊക്കെ പിന്നെ നീ ഇളക്കാൻ വരല്ലേ കേട്ടാ. ഞാൻ പിന്നെ എന്നാ നീ അങ്ങനെ ഒരു വർത്താനം അല്ല, അതല്ല ഒരു പെണ്ണ് നീ സംസാരിക്കാൻ സിസ്റ്റർ അല്ല, അതല്ല പ്രശ്നമില്ല. ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടോ, പിന്നെ നീ ഇടക്കേറി ഉണ്ടാക്കണേ. അപ്പൊ എന്നെ നമ്പർ മേടിച്ചെടുത്തിരുന്ന നീ? ചേട്ടാ സോറി അടി ഉണ്ടാക്കരുത്. അല്ലല്ല, ഇപ്പൊ നീ കളിക്കല്ലേ എന്റെ അടുത്ത്? നീ കളിക്കല്ലേടാ, നീ കളിക്കല്ലേ, നീ കളിച്ചാള, നീ ആള് കളിക്കല്ലേ. ചേട്ടാ നശിപ്പിക്കരുത്. ചേട്ടന്റെ കട പൊളിഞ്ഞാ? അപ്പൊ പൊളിച്ചില്ലേ? ചേട്ടന്റെ കടയും പൊളിഞ്ഞാ? അവൻ പൊളിച്ചില്ല, ഞാൻ പണി കൊടുക്കാൻ. ഞാൻ അപ്പൊ നിങ്ങളുടെ രണ്ടുപേരെയും കട പൊളിഞ്ഞ് നിങ്ങളുടെ രണ്ടുപേരെയും കട പൊളിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ വിട്ടു പോണം. എന്തിനാന്നോ? ഞാൻ ദാസൻ ചേട്ടൻ അരിയെത്തിയാന്ന് പറഞ്ഞു. പ്രോപ്പർട്ടി എന്റെ പേരിലുള്ളതാ. നിങ്ങൾ എന്തുവാ പറഞ്ഞത്? നിങ്ങൾ സ്വന്തമായിട്ട് എന്ന് കട പൊളിക്കുന്നോ അന്ന് നിങ്ങൾ ഇവിടുന്ന് വിട്ടു പോവാന്നല്ലേ? വിട്ടു പൊക്കോടെ പറമ്പീന്ന്.